നമ്മളെല്ലാവരും തന്നെ ടു വേ ഓതൻറ്റിക്കേഷൻ്റെ തിരക്കിലായിരിക്കും. അതായത് THR സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളെയും ടു വേ ഓതൻറ്റിക്കേഷന് വിധേയമാക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മളുടെ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രഗ്നൻറ്റ് വുമൺ ആണെങ്കിലും ലാക്ടേറ്റിംഗ് മദർ ആണെങ്കിലും അല്ലെങ്കിൽ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ആണെങ്കിലും നമ്മൾ ഇത്തരത്തിൽ ടു വേ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കണം. കാരണം നമ്മൾ ഇത്രമാത്രം ഇത്രയധികം ഗുണഭോക്താക്കൾക്കും നമ്മൾ അങ്കണവാടി സേവനങ്ങൾ മുടക്കം കൂടാതെ തന്നെ നാളിതുവരെ വിതരണം ചെയ്തതാണ്. ഇനി അങ്ങോട്ട് അതിലേക്കൊരു തടസ്സം വരാതിരിക്കാനും കൃത്യമായി ഇവരിലേക്ക് ഈ പറയുന്ന എല്ലാ സർവീസ് ഡെലിവറികളും ഉറപ്പാക്കുന്നതിനാണ് നമ്മൾ ഈ ടു വേ ഓതൻറ്റിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആൾറെഡി നമുക്കറിയാം ടു വേ ഓതൻറ്റിക്കേഷൻ എന്താണെന്നുള്ളതും അതിൽ എത്ര തരം പ്രോസസ്സ് ഉണ്ട് എന്നുള്ളതും അത് എങ്ങനെയാണ് പൂർത്തിയാക്കുക എന്നുള്ളതും അത് ഓരോ ഗുണഭോക്താവിനും ഏതൊക്കെ ഇളവുകൾ ഈ പ്രോസസ്സിൽ ഉണ്ട് എന്നുള്ളതൊക്കെ കഴിഞ്ഞ സെഷനിലൂടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ടീച്ചേഴ്സിന് ഒന്നുകൂടി റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ഓരോന്നും ഓരോ ഹെഡായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മൾ വിവരണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. അതായത് ഒരു THR സ്വീകരിക്കുന്ന ഒരു ഗുണഭോക്താവിൻ്റെ EKYC പൂർത്തിയാക്കി ഫോട്ടോ എടുക്കലും ആദ്യപടിയായി പൂർത്തിയാക്കിയപ്പോൾ എല്ലാം ഡബിൾ ടിക്ക് വന്നു. നമ്മളെ പ്രൊഫൈൽ കാർഡ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും EKYC ഡബിൾ ടിക്ക്, ഫേസ് ഓതൻറ്റിക്കേഷൻ ഡബിൾ ടിക്ക്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗുണഭോക്താവിൻ്റെ ടു വേ ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റഡ് ആക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള മാസങ്ങളിൽ ഇനി ഒരു മുടക്കവും വരാതെ നമുക്ക് THR മാർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ വൺ ടൈം ഇതൊക്കെ പൂർത്തിയാക്കിയ ആളെ തുടർന്നുള്ള മാസം വന്നപ്പോൾ നമ്മൾ ഇത്തരത്തിൽ THR വിതരണം ചെയ്യേണ്ട പേജിലേക്ക് നമ്മൾ എത്തി. നമ്മളറിയാം ഡെയിലി ട്രാക്കിങ്ങിൽ പോയി ഈ പറയുന്ന THR ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിന്നാണ് ഈ ഗുണഭോക്താവിന് എത്ര ദിവസത്തേക്കാണ് നമ്മൾ THR മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. സാധാരണ പോലെ തന്നെ 7 ദിവസമായിട്ട് കൊടുക്കാം, 15 ദിവസമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒറ്റ തവണയായി 25 ദിവസം എന്നുള്ളത് കൊടുത്ത് മാർക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കാൻ സാധിക്കും. എന്നാൽ ടു വേ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കിയ ഗുണഭോക്താവ് ഇത്തരത്തിൽ 3-ൽ ഏതെങ്കിലും ഒന്ന്, അതായത് നമ്മൾ പ്രിഫറൻസ് ചെയ്യുന്നത് 25 ദിവസം എന്നുള്ളതാണ്. അത് റെക്കമെൻഡ് ചെയ്ത ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത ഘട്ടത്തിലേക്ക് വരുന്ന സമയം, അതായത് താഴേക്ക് വരുന്ന സമയം അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഫോട്ടോ വെരിഫൈഡ് ആയിട്ട് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ആ ഫോട്ടോ കാണുന്ന ആളുടെയാണ് നമ്മൾ EKYCയും FRSും പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഫോട്ടോ പതിഞ്ഞു വന്നിട്ടുള്ളത്. ഈ ഫോട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ആധാറിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫോട്ടോ അല്ല ഈ ഭാഗത്ത് കാണുന്നത്. പകരം നമ്മൾ രണ്ടാമത് ഓപ്ഷൻ ഫേസ് വെരിഫിക്കേഷന് വേണ്ടി പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൊണ്ടെടുത്ത ഫോട്ടോ ആണ് ഈ ഭാഗത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അത് കൃത്യമായി മനസ്സിലാക്കുക. അതായത് നമ്മൾ ഇത്തരത്തിൽ ടു വേ ഓതൻറ്റിക്കേഷൻ ഒരു തവണ പൂർത്തിയാക്കി രണ്ടാമത് തവണ ഇത്തരത്തിൽ പൂർത്തിയാക്കിയ ഗുണഭോക്താവിന് THR മാർക്ക് ചെയ്യുന്ന സമയം ഇവിടെ ഫേസ് വെരിഫിക്കേഷൻ എന്ന് കാണും. അതായത് 25 ദിവസം മാർക്ക് ചെയ്ത് തൊട്ട് താഴെ വന്ന് ഫേസ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ക്യാമറ വരും. ഗുണഭോക്താവിനെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കുന്ന സമയം ഇപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പ്രശ്നം ടീച്ചേഴ്സ് നേരിടുന്നുണ്ട്. അതായത് മുഖവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നൊരു എറർ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് മിസ്മാച്ച്, ഫേസ് മിസ്മാച്ച് എന്നോ അങ്ങനെ ഒരു എറർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കാനോ തുടർന്ന് അങ്ങോട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനോ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യം മറികടന്നുകൊണ്ട് നമ്മൾക്ക് ഈ ഗുണഭോക്താവിന് THR മാർക്ക് ചെയ്യാൻ ഉതകുന്ന ഒരു സെഷനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നമുക്ക് നിരാശപ്പെടാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ. കാരണം നമ്മളൊരു ഗുണഭോക്താവിനെ അംഗൻവാടിയിൽ വിളിച്ചു വരുത്തിയിട്ടായിരിക്കും ഇത്തരത്തിലൊരു പ്രോസസ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടീച്ചർ അവർ ഹോം വിസിറ്റ് നടത്തുന്ന സമയം അവരെ അവിടെ വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും മനപ്രയാസങ്ങളും എല്ലാം നമ്മൾക്ക് അറിയാവുന്നതാണ്. നമുക്കറിയാം പോർഷൻ ട്രാക്കർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് സഹായത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതെപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ ഇൻ്റർനെറ്റ് സംവിധാനം കുറവായിരിക്കും, അല്ലെങ്കിൽ സെർവർ ബിസി ആയിരിക്കും. പോർഷൻ ട്രാക്ക് ആപ്ലിക്കേഷൻ ഇതെല്ലാം സർവ്വസാധാരണമാണ്. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ദൂരം എത്തിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി എന്തെങ്കിലും തടസ്സങ്ങൾ ആ സമയത്ത് ഗുണഭോക്താവിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൂടി ടീച്ചേഴ്സ് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തണം. കാരണം ഇത് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഗുണഭോക്താവിന് ഇതൊന്നും അറിയേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യം നിങ്ങൾ അവരെ കൂടെ അറിയിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ടീച്ചർ നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനുവേണ്ടി ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ആ പ്രൊഫൈൽ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന സമയം ബെനിഫിഷ്യറി
ഒരു ലിസ്റ്റ് എടുത്ത് ആ ലിസ്റ്റിൽ ഗുണഭോക്താക്കളുടെ പേരുകൾ കാണും. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന ആളുടെ പേര് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെൻട്രൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും. ഈ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം ഓൾറെഡി KYC പൂർത്തിയാക്കിയ ഗുണഭോക്താവാണ്, ഫോട്ടോ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ആളാണ് എന്നൊക്കെ നമുക്ക് ഈ ഡബിൾ ടിക്കോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ റീക്യാപ്ചർ ഫോട്ടോ എന്നുള്ള ഈ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു 25 ദിവസം, 15 ദിവസം, 7 ദിവസം കൊടുക്കുന്ന അവസാന പേജിൽ താഴെ നിങ്ങൾക്കൊരു ഫോട്ടോ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അത് പോഷൻ ട്രാക്കറിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫോട്ടോ ആണ്, അല്ലാതെ KYCയിൽ അധിഷ്ഠിതമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫോട്ടോ റീക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതായത് വീണ്ടും വീണ്ടും ഫോട്ടോ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റീക്യാപ്ചർ എന്നുള്ള ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർക്ക് ഒരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഈ വരുന്ന ഗുണഭോക്താവിനെ കൃത്യമായി നിങ്ങൾ ഒരു ഫോട്ടോ ഒന്നുകൂടെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയം അവരുടെ മുഖത്ത് കൂടുതൽ വെളിച്ചം കിട്ടുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. കണ്ടീഷൻ 1. കണ്ടീഷൻ 2 എന്ന് പറയുന്നത് അവരുടെ മുഖത്ത് നിഴൽ വീഴാൻ പാടില്ല. കണ്ടീഷൻ 3 എന്ന് പറയുന്നത് അവരുടെ നിൽക്കുന്ന പുറകു വശം ഒരാൾക്കാരെയും മറ്റുള്ള ആൾക്കാരെയും കാണാൻ പാടുള്ളതല്ല. ഓടിക്കളിക്കുന്ന ആളുകളുണ്ടാവും, പുറകിൽ കുട്ടികളുണ്ടാവും, അവരുടെ മുന്നിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തുക. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ചുമര്, വെള്ള ചുമരായിരിക്കും അഭികാമ്യം. അവിടെ നമുക്ക് ബാല പെയിന്റിംഗ് ഒക്കെ ഉണ്ടാവും അങ്കണവാടി, ആ ഭാഗത്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒറ്റ ക്ലിക്കിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായി അവരെ നിങ്ങൾ ക്യാമറ സെറ്റ് ചെയ്യുക. അതിനുശേഷം അവർ ആ ക്യാമറയിലോട്ട് നോക്കി ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയുക. അത്തരത്തിൽ ബ്ലിങ്ക് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഈ താഴെ ഡബിൾ ടിക്ക് വരും. അതായത് സ്ട്രൈറ്റ് ഫേസ് കാണുന്ന ഭാഗം ടിക്ക് വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഐ ബ്ലിങ്കിങ് ഓക്കെ ആണ്. 2 പച്ച ടിക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റൗണ്ട് റെഡ് മാർക്ക് എന്നുള്ളത് മാറി അവിടെ ഗ്രീൻ മാർക്കിൽ ഒരു റൗണ്ട് പ്രത്യക്ഷപ്പെടും. ആ സമയം നിങ്ങൾ വെരിഫൈങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ പുറകിലോട്ട് വലിക്കാൻ പാടുള്ളതല്ല, അങ്ങനെ തന്നെ പിടിച്ച് നിൽക്കുക. അങ്ങനെ 2-3 മിനിറ്റോളം നിങ്ങൾ പിടിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അതുവരെ നിങ്ങൾ ആ ഫോൺ അവരുടെ മുഖത്ത് നിന്ന് മാറ്റാതെ അങ്ങനെ തന്നെ പിടിക്കേണ്ടത്. പറയാൻ കാരണം പല ടീച്ചേഴ്സിൻ്റെയും ഫോണുകൾ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. അതിലെ റാം, മെമ്മറി ഒക്കെ വ്യത്യാസങ്ങളായിരിക്കും. അപ്പോൾ സ്പേസ് കുറഞ്ഞ ഫോണുകളുണ്ട്, വലിക്കുമ്പോൾ ഷെയ്ക്ക് ആകുന്ന സമയം നമ്മൾ കൃത്യമായി എടുത്ത ഫോട്ടോ ആയിരിക്കില്ല അതിലേക്ക് പതിഞ്ഞു വരിക, ബ്ലറായി പോകും. ആ സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് വെരിഫൈങ് എന്ന മെസ്സേജ് വന്നു കഴിഞ്ഞാലും ഫോൺ അങ്ങനെ തന്നെ നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്തരത്തിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ഈ ഭാഗത്ത് നിങ്ങൾക്ക് 2 ഫോട്ടോ വീണ്ടും കാണും. ആദ്യം കാണുന്നത് ആധാറിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫോട്ടോ ആണ്, രണ്ടാമത് കാണുന്നത് ഇപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഇത് രണ്ടും തമ്മിൽ മാച്ച് ആവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ മാച്ച് ആവുന്ന ഒരു പ്രോസസ്സിങ് കൂടി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ താഴെ വെരിഫൈ ഫോട്ടോ എന്ന് കാണുന്ന ഈ ഭാഗത്ത് കൂടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ 2 ഫോട്ടോ തമ്മിലും, അതായത് ആധാറിൽ അധിഷ്ഠിതമായ ഫോട്ടോയും നമ്മൾ ഇപ്പോൾ എടുത്ത ഫോട്ടോയും നമ്മൾ ഒന്ന് സിങ്ക് ആവുന്നത്. ഇത് സിങ്ക് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇപ്പോൾ എടുത്ത ഫോട്ടോ സക്സസ് ആണ്, നമ്മൾ നേരത്തെ ആധാറിലുള്ള അതേ ആൾ തന്നെയാണ് എന്നുള്ളത് ഈ പോഷൻ ട്രാക്കർ ഐഡൻറ്റിഫൈ ചെയ്ത് സക്സസ്ഫുള്ളായിട്ടൊരു മെസ്സേജ് വരും. ആ സമയത്ത് മാത്രമാണ് നമുക്ക് THR മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അവിടെ തെളിഞ്ഞു വരിക. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ THR ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കൂടെ കാണും. അപ്പോൾ ഇത്തരം രീതിയിലാണ്, ഇത്തരത്തിൽ മുഖവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് ഫേസ് മിസ്മാച്ച് എന്ന് കാണുന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലൂടെയാണ് പോകേണ്ടത്. അതായത് റീക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഗുണഭോക്താവിന് THR കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. താങ്ക് യു.